റവാഡ ചന്ദ്രശേഖരന്റെ നിയമനത്തിന് പിന്നാലെ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിച്ച് പി ജയരാജൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പ്രതിയായിരുന്നു റവാഡ. പുതിയ ഡിജിപിയെ തീരുമാനിച്ചത് സർക്കാർ തീരുമാനമെന്നും പി ജയരാജൻ പറഞ്ഞു. യോഗേഷ് ഗുപ്തയെ നിയമിക്കാത്തതെന്തെന്ന് സർക്കാരിനോട് ചോദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പും റവാഡ ചന്ദ്രശേഖരനുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതല ഏറ്റെടുത്ത് അല്പദിവസത്തിന് ശേഷമാണ് നവംബർ 25-ന് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും. അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു പത്മകുമാർ. അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടും അന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നതാണ്. DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് മന്ത്രി അന്ന് കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് വന്നത്. മന്ത്രി എത്തിയതിനെ തുടർന്നാണ് അവിടെ സംഘർഷം രൂക്ഷമായത്. അപ്പോഴാണ് വെടിവെപ്പുണ്ടായത്. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് റവാഡ ചന്ദ്രശേഖരൻ. അപ്പോൾ ഇവിടെ പരിഗണിക്കപ്പെട്ട 3 പേരിൽ 2 പേര്, ഒന്ന് നിതിൻ അഗർവാളാണ്, മറ്റൊന്ന് റവാഡയാണ്. ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട ഒരു പ്രശ്നമല്ല അത്.